നമ്മൾ ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? സ്വർണമോ പണമോ അതോ വില കൂടിയ വസ്ത്രങ്ങളോ? ഇന്ന് കഥകളുടെ ഓർമ്മച്ചപ്പിൽ ഒരു പഴയ സ്കൂൾ അധ്യാപകൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ്റെയും കഥ. മാധവൻ മാസ്റ്റർ വിരമിച്ചതിനു ശേഷം തൻ്റെ പഴയ വീട്ടിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. പലരും വലിയ നിലകളിലെത്തി. ഓരോ വർഷവും മാസ്റ്ററുടെ ജന്മദിനത്തിന് ശിഷ്യന്മാർ വരാറുണ്ട്. അവർ വലിയ കാറുകളിൽ വരും. വില കൂടിയ ഉപഹാരങ്ങൾ മാസ്റ്റർക്ക് നൽകും. പക്ഷേ മാസ്റ്റർ എപ്പോഴും കാത്തിരിക്കുന്നത് രാമു എന്ന തൻ്റെ പഴയ ശിഷ്യനെയായിരുന്നു. രാമു പഠിക്കാൻ അത്ര മിടുക്കനായിരുന്നില്ല. ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് വന്ന അവൻ ഇപ്പോൾ നഗരത്തിൽ ഒരു ചെറിയ കട നടത്തുകയാണ്. ആ വർഷവും ജന്മദിനത്തിന് എല്ലാവരും വന്നു. വലിയ പൂച്ചെണ്ടുകളും വില കൂടിയ വാച്ചുകളും ഷാളുകളും കൊണ്ട് മാസ്റ്ററുടെ മേശ നിറഞ്ഞു. വൈകുന്നേരം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ രാമു മെല്ലെ അകത്തേക്ക് വന്നു. അവൻ്റെ കയ്യിൽ പഴയൊരു പത്രക്കടലാസിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ വലിയ സമ്മാനങ്ങൾ കണ്ട് രാമുവിന് തൻ്റെ ചെറിയ പൊതി പുറത്തെടുക്കാൻ മടി തോന്നി. അവൻ അത് മാസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേഗം പോകാൻ ഒരുങ്ങി. പക്ഷേ മാസ്റ്റർ അവനെ പിടിച്ചിരുത്തി. മാസ്റ്റർ ആ പൊതി തുറന്നു. അതിനുള്ളിൽ മനോഹരമായി ഉണക്കിയെടുത്ത കുറച്ച് കൃഷ്ണപ്പൂക്കളും ഒപ്പം ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് തേനും ഉണ്ടായിരുന്നു. രാമു തല താഴ്ത്തി പറഞ്ഞു, "മാസ്റ്റർക്ക് തരാൻ എൻ്റെ കയ്യിൽ വലിയ വിലയുള്ളതൊന്നുമില്ല. മാസ്റ്റർ പണ്ട് ക്ലാസ്സിൽ വെച്ച് പറയുമായിരുന്നു, ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൂക്കളും കാട്ടുതേനുമാണെന്ന്. അത് ഗ്രാമത്തിൽ നിന്ന് സംഘടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ക്ഷമിക്കണം മാസ്റ്റർ." മാസ്റ്ററുടെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം ആ പൂക്കൾ നെഞ്ചോട് ചേർത്തു പിടിച്ചു. മേശപ്പുറത്തിരിക്കുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന സമ്മാനങ്ങളെക്കാൾ ആ വലിയ അധ്യാപകൻ വിലമതിച്ചത് ആ പഴയ ഓർമ്മയായിരുന്നു. മാസ്റ്റർ പറഞ്ഞു, "മോനെ, മറ്റുള്ളവർ എനിക്ക് തന്നത് അവരുടെ പണമാണ്. പക്ഷേ നീ എനിക്ക് തന്നത് നിൻ്റെ സ്നേഹവും എൻ്റെ നഷ്ടപ്പെട്ടു പോയ ബാല്യവുമാണ്. ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം." വില കൂടിയ വസ്തുക്കളേക്കാൾ മറ്റൊരാളുടെ ഹൃദയം തൊടാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾക്കാണ് ജീവിതത്തിൽ മൂല്യം കൂടുതൽ. നിങ്ങളും ആർക്കെങ്കിലും ഇതുപോലൊരു സമ്മാനം നൽകിയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൂ. കഥകളുടെ ഓർമ്മച്ചപ്പിൽ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം.